ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC മോണോപോളി സ്റ്റോക്ക് പല ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിരുന്നു. എന്തിനു പറയണം, മാർക്കറ്റിൽ ലിസ്റ്റ് ആകുമ്പോൾ പോലെ തന്നെ 100% മേലെ റിട്ടേൺസ് കൊടുത്തുകൊണ്ടാണ് മാർക്കറ്റ് പോലും ലിസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള റിട്ടേൺസും IRCTCനോട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഫ്യൂച്ചറിൽ അത് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ഒക്ടോബർ 14, 2019 IRCTCയുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയിട്ടുള്ളത്. അവിടെ ഇഷ്യൂ പ്രൈസ് 320 ആണെങ്കിലും അത് ഓപ്പൺ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 651 രൂപയിലാണ്. അതായത് ഒരാൾക്ക് IRCTCയുടെ IPO അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ 103% റിട്ടേൺസ് കൊടുത്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് പോലും ലിസ്റ്റ് ആയിട്ടുള്ളത്. മോണോപോളി ആയിരുന്നു, പല ആൾക്കാരുടെയും ഫേവറേറ്റ് ആണ്, ഗവൺമെന്റ് ബാക്ക്ഡ് ആണ്, ഒരു തരത്തിലുള്ള കോമ്പറ്റീഷൻ ഇല്ല, ഗവൺമെന്റ് അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ IRCTCയിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടം വരില്ല എന്നായിരുന്നു പല ഇൻവെസ്റ്റേഴ്സിനും ആ ഒരു സമയത്തുള്ള ചിന്താഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ IRCTC വാസ് കൺസിഡർഡ് ടു ബി എസ് നെക്സ്റ്റ് ബിഗസ്റ്റ് തിങ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോയില്ല. 2 കൊല്ലത്തിന് ശേഷം നല്ല രീതിയിൽ മൂവ്മെന്റ് വന്നപ്പോൾ തന്നെ അവർ വിചാരിച്ചു എന്നാൽ നമുക്കൊരു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താമെന്ന് വിശ്വസിച്ചു. അതൊരു 1:5 എന്ന രീതിയിലാണ് ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് കൊണ്ടുവന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു യൂണിറ്റ് ഉണ്ട് എന്നാണെങ്കിൽ അതൊരു 5 യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആവുന്ന രീതിയിലായിരുന്നു അവർ കൊണ്ടുവന്നത്. ആ ഒരു ന്യൂസ് ഹിറ്റായതും ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്ന ഒരു 1 or 2 വീക്സ് ബിഫോർ തന്നെ അവരുടെ ഓൾ ടൈം ഹൈ, അതായത് IRCTCയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നുകൊണ്ട് കുറച്ച് താഴോട്ട് വീഴാൻ തുടങ്ങി. അത് ഗ്രാജുവലി ഒരുപാട് വീഴാനും തുടങ്ങി. പിന്നെ 2-3 കൊല്ലമായിട്ട് നോക്കുകയാണെങ്കിൽ നിയർലി ഒരു 600 to 900 റേഞ്ചിലാണ് IRCTC കൂടുതലും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 2024 വീണ്ടും ഒരു 1100 റേഞ്ചിൽ പോയി, പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വീണ്ടും താഴോട്ട് വന്നു. ഇപ്പം നിയർലി ഒരു 700, 800, 900 ഈ ഒരു റേഞ്ചിലാണ് കൂടുതലും IRCTCനെ കാണുന്നത്. നമുക്കിനി അറിയേണ്ടത് ലോങ് ടേമിലേക്ക് IRCTCയുള്ള സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണോ അതോ ഇപ്പോൾ നമ്മൾ മേടിക്കുന്നത് നല്ലൊരു പ്രൈസിലാണെന്ന് നമുക്ക് ഫുൾ ടെക്നിക്കലിയും ഫണ്ടമെന്റലിയും ഇതിന്റെ എന്താണ് പെർഫോമൻസ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് നോക്കാം. IRCTCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 64,000 കോടിയാണ്. അവരുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 51 to 52 എന്ന റേഞ്ചിൽ. അവരുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ നിയർലി 39 മാത്രമാണ്. അതായത് PE റേഷ്യോ വെച്ച് നോക്കുമ്പോൾ IRCTCയുള്ള സ്റ്റോക്ക് അത്യാവശ്യം ഓവർ വാല്യൂഡ് ആണ്. ആൻഡ് മോസ്റ്റ്ലി ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ്സിൽ വരുന്ന 62% ബാക്ക് ബൈ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആണ് കൂടുതൽ ഹോൾഡിംഗ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. സോ ഒരു കമ്പനി അത്യാവശ്യം ഒരു ഡെറ്റ് ഫ്രീ, കടങ്ങളൊന്നും ഇല്ലാത്തൊരു കമ്പനിയാണെന്നാണെങ്കിൽ അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഇനി ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ മോണോപോളി ആയിട്ടുള്ള സ്റ്റോക്കാണ്. അതായത് വേറെ ഒരു തരത്തിലുള്ള കോമ്പറ്റീഷൻ വരാൻ പോകുന്നില്ല. ടിക്കറ്റ് ബുക്കിംഗ് ആവട്ടെ, കാറ്ററിംഗ് ആവട്ടെ, പാക്ക് ഡ്രിങ്കിങ് വാട്ടർ, എല്ലാ തരത്തിലുള്ള റവന്യൂവും ജനറേറ്റ് ആവാൻ പോകുന്നത് പ്യൂർലി IRCTCയുടെ അണ്ടറിൽ മാത്രമായിരിക്കും. ഇവർക്ക് ടിക്കറ്റിന് കിട്ടുന്ന റവന്യൂ ഒരു 30% ആണ്, കാറ്ററിംഗ് കിട്ടുന്ന റവന്യൂ ഒരു 40% ആണ്, ടൂറിസം കിട്ടുന്ന ഒരു 30% ആണ്. വളരെയധികം മോണോപോളി ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ബാക്ക്ഡ് ആയതുകൊണ്ടും വളരെയധികം സേഫ് ആയിട്ടുള്ള കമ്പനിയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഗവൺമെന്റ് പോളിസിയിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും തരത്തിൽ ചേഞ്ചസ് കൊണ്ടുവരികയാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് IRCTCക്ക് വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മേ ബി ഒരു ഡൗൺ ട്രെൻഡ് വരാനുള്ള ചാൻസസും കുറച്ചാണ്. ആൻഡ് എസ്പെഷ്യലി അവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഫൈനാൻഷ്യൽ 23 അത് 24 ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവർ കാറ്ററിംഗിലും ടൂറിസത്തിലും ഉണ്ടാക്കിയിരിക്കുന്ന റവന്യൂ നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മാറ്റി നിർത്താം. മെയിൻ ആയിട്ടുള്ളത് IRCTC മേടിക്കണോ അതോ സെല്ല് ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ IRCTC കംപ്ലീറ്റ്ലി ഗവൺമെന്റ് ബാക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു 5 to 10 കൊല്ലത്തേക്ക് ടാർഗറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി ഒരു 700, 750, 800 ആ ഒരു റേഞ്ചിലാണ് മേടിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ മേടിക്കാൻ നിൽക്കുകയാണെന്നാണെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. കാരണം ഡെറ്റ് ഫ്രീ കമ്പനിയാണ്, ഗവൺമെന്റ് ബാക്ക്ഡ് ആണ്, മോണോപോളിയാണ്. സോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിട്ടേൺസ് വരും ലോങ് റണ്ണിൽ നിന്ന്, ഒരു തരത്തിലുള്ള ഡൗട്ടും വേണ്ട. പക്ഷേ നിങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്, ഒരു 1000+ എന്ന റേഞ്ചിലാണ് മേടിച്ചത്, നിങ്ങളൊരു 1-2 കൊല്ലത്തേക്ക് മാത്രമാണ് ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ മേ ബി IRCTC ഒരു പെർഫെക്റ്റ് സ്റ്റോക്കാണ് ഞാൻ പറയില്ല. കാരണം ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി 1-2 കൊല്ലത്തിൽ ബെറ്റർ റിട്ടേൺസ് തരാനുള്ള ചാൻസസ് മേ ബി കുറച്ച് കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി വേണമെങ്കിൽ പാർഷ്യലി സെൽ ഓഫ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പ്യൂർലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. IRCTC തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് തരും ലോങ് റണ്ണിൽ നിന്ന്, ഒരു ഡൗട്ടും ഇല്ല. IRCTC എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വിക്ക് മണി മേക്കിംഗ് സ്റ്റോക്ക് അല്ല. അത് ഗ്രാജുവലി മെല്ലെ മേലോട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം ഗവൺമെന്റ് ബാക്ക്ഡ് ആണ്, ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. സോ അതെല്ലാം വളരെയധികം പോസിറ്റീവ് ആണ്. സോ അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാക്കുന്ന റവന്യൂ ഒരു മെല്ലെ ബെറ്റർ ആക്കുന്നതിനനുസരിച്ച് സ്റ്റോക്ക് പ്രൈസിന്റെ വാല്യൂ മേലോട്ട് പോകുന്നതായിരിക്കും. അതല്ലാതെ ഒരു ക്വിക്ക് മണി മേക്കിംഗ് സ്കിൽ എന്ന രീതിയിൽ നോക്കുന്ന ഒരു സ്റ്റോക്ക് ആണെന്നാണെങ്കിൽ ഒരിക്കലും ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ ഇതിലേക്ക് ഒരുപാട് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ്. എനിക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ബെറ്റർ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും IRCTC നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇത് പ്യൂർലി എൻ്റെ പെർസ്പെക്റ്റീവിൽ എൻ്റെ ഒപ്പീനിയനിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്ത്. നിങ്ങൾ നിങ്ങളുടേതായുള്ള റിസർച്ചുകൾ നടത്തിയതിനു ശേഷം മാത്രം ഫർദർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.